ബാലൻസ് ഉള്ള 7 പേര് നോർത്ത് ഇന്ത്യൻസാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യ ഓവറോൾ ഫുൾ സൗത്ത് ഇന്ത്യ എടുത്താൽ പോലും ഞാൻ ഒരാളെ ഉണ്ടായിരുന്നു. അതിൽ ഒരു പ്രോബ്ലം അതാണ്, ഓൾ ഇന്ത്യയിൽ ഒരു വേക്കൻസി വരത്തുള്ളൂ. മറ്റേതിനൊക്കെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ചതൊക്കെ വെച്ച് വരുമ്പോൾ ഒരു വേക്കൻസി വരത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു എസ്കേപ്പിന് വേണ്ടിയിട്ടാണ് ജോഗ്രഫിയിലോട്ട് പോയത്. പക്ഷെ കറങ്ങി തിരിച്ച് വീണ്ടും മാത്സിലോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. ഓൾ ഇന്ത്യയിൽ ഒരു വേക്കൻസിയുള്ള ആ ഒരൊറ്റ വേക്കൻസിയാണ് സായി വിഘ്നേഷ് കിട്ടിയിരിക്കുന്നത്. ഒന്നിച്ചാണ് 2024 ഇവിടെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അമലിനും കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ ഇവിടെ ഫോക്കസിൽ കൊണ്ടുപോയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മെറ്റീരിയൽസ് ഒക്കെ അതും നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂലൈ 1 മുതൽ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് സെൻസസ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമസ്കാരം. ഗവൺമെന്റ് എക്സാംസ് ക്ലിയർ ചെയ്തവരെ പരിചയപ്പെടുത്തുന്ന ദിശ അക്കാഡമിയുടെ സക്സസ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സായി വിഘ്നേഷിനെയാണ്. അപ്പോൾ സായി വിഘ്നേഷിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം. ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സായി എന്നാണ്, സായി വിഘ്നേഷ് പുള്ളി. വീട് ട്രിവാൻഡ്രത്ത് ബാലരാമപുരത്താണ് എൻ്റെ വീട് വരുന്നത്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി 3 പേരാ ഉള്ളത്. ഓക്കെ. അപ്പം സായി വിഘ്നേഷ്, എനിക്ക് ആക്ച്വലി ഞാൻ ഫോർമലായിട്ട് സംസാരിക്കുന്നെങ്കിലും പേഴ്സണലി എനിക്ക് കണക്ഷനുള്ള നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പം സായി വിഘ്നേഷ് പഠിച്ച സബ്ജക്ട് എന്താണ്? സബ്ജക്ട് പഠിച്ചത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? BSc ജോഗ്രഫിയാണ് മെയിൻ ആയിരുന്നത്. ദെൻ MSc ജോഗ്രഫിയാണ് കംപ്ലീറ്റ് ചെയ്തത്. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി തമിഴ്നാട് തിരുവാരൂരാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഓൾ ഇന്ത്യ, ആ സമയത്ത് ഓൾ ഇന്ത്യ എൻട്രൻസ് ഇതിന് വേണ്ടി MScക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് അന്ന് MSc ജോഗ്രഫി തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തായിരുന്നു. 2018-20 ബാച്ചായിരുന്നു BSc കഴിഞ്ഞത് അല്ലേ? ഓക്കെ. BSc അല്ല, സോറി, MSc കഴിഞ്ഞത്. തീർച്ചയായിട്ടും വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കാരണം വലിയൊരു അച്ചീവ്മെന്റ് നടത്തിയ ആളാണ് സായി വിഘ്നേഷ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ സായി വിഘ്നേഷ് തന്നെ പറയട്ടെ. ഏത് എക്സാമാണ് ക്ലിയർ ചെയ്തത്, ഏത് പോസ്റ്റിലാണ് ഇരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയട്ടെ. അപ്പം ഇതിൽ പോസ്റ്റിൻ്റെ നെയിം സീനിയർ ജോഗ്രഫർ എന്നാണ്. ഇപ്പം ഞാൻ പഠിച്ചതെന്നുള്ള ജോലി തന്നെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട് എനിക്ക്. പിന്നെ ഇതിൽ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12 ആണ് ഈ എക്സാമിൻ്റെ നെയിം എഴുതിയത്. കൃത്യം പറയാൻ പോയാൽ ഒരു 3.5 വർഷത്തെ പ്രയത്നമാണ് അവസാനം എനിക്ക് സക്സസ്സിലോട്ട് എത്തിയത്. അപ്പോൾ സെലക്ഷൻ പോസ്റ്റ് ഫേസ് 12, ഓൾ ഇന്ത്യ ഒരു വേക്കൻസി ഇതിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിൽ പ്രത്യേകിച്ച് പറയാൻ പോയാൽ ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നത് സെൻസസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ അവനാ വരുന്ന. ഇത് മിനിസ്ട്രി ഹോം ഓഫീസിലാണ് വരുന്ന മിനിസ്ട്രിയാണ്. പ്രത്യേകിച്ച് പലർക്കും ഇപ്പം ഒരു സംശയം ഉണ്ടാവും. ഇപ്പം സെലക്ഷൻ പോസ്റ്റ് ആക്ച്വലി ഇപ്പം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരിക്കുകയാണ്. പലർക്കും SSC പരീക്ഷകളെ പറ്റി അവയർനെസ് ഉള്ള പലർക്കും പോലും എന്താണ് ഈ സെലക്ഷൻ പോസ്റ്റ് എന്ന് അറിയത്തില്ല. അപ്പം അത് അച്ചീവ് ചെയ്ത് ആ ഒരു പരീക്ഷ ക്ലിയർ ചെയ്ത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് അച്ചീവബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഹയസ്റ്റ് പേ ലെവലിൽ വരുന്ന ഒരു പോസ്റ്റിൽ ജോലിക്ക് കയറാൻ പറ്റിയ ആൾ തന്നെ പറഞ്ഞിട്ട് എന്താ ഈ സെലക്ഷൻ പോസ്റ്റ് ഒന്ന് പറയാമോ? സെലക്ഷൻ പൊതുവെ എല്ലാവരും SSC പഠിക്കുന്നതല്ല, CGL, CHSL, MTS, പിന്നെ CPO, GD ഈ എക്സാംസ് എല്ലാവരും എഴുതും. കാരണം വാക്കൻസിയും കൂടുതലായിരിക്കും. അപ്പം ചാൻസ് ഓഫ് അച്ചീവ്മെന്റും അതിൽ കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യും. പക്ഷെ ഞാനും അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റിൽ സെലക്ഷൻ പോസ്റ്റ് എക്സാം വാക്കൻസി കുറവായിരിക്കും. ഇതിൽ വലിയൊരു പ്ലസ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എക്സാംസ് ഇതിൽ എഴുതാൻ പറ്റും. അതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പം എൻ്റെ സബ്ജക്ട് ജോഗ്രഫി ആയിരുന്നു. അപ്പോൾ ഈ MSc ജോഗ്രഫി എന്ന് മാത്രം ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ പോസ്റ്റിന് വേക്കൻസി അതിൽ ഒരു പ്രോബ്ലം അതാണ്, ഓൾ ഇന്ത്യയിൽ ഒരു വേക്കൻസി വരത്തുള്ളൂ. മറ്റേതിനൊക്കെ ഇഷ്ടംപോലെ വേക്കൻസി ഉണ്ടെങ്കിലും നമ്മൾ പഠിച്ചതൊക്കെ വെച്ച് വരുമ്പോൾ ഒരു വേക്കൻസി വരത്തുള്ളൂ. അതുപോലെ ജോഗ്രഫർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റും BSc ജോഗ്രഫിയുടെ ക്വാളിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ MSc ജോഗ്രഫിയിൽ ഒരു വേക്കൻസി ആയപ്പോൾ അത് നോർത്തേൺ റീജിയനിലാണ് ഇത് വരുന്നത്. ഇതിൽ വേറെ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഇനിഷ്യലി എല്ലാ റീജിയണിലും വേക്കൻസി വരും. അപ്പോൾ ഡിവിഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പം നമ്മുടെ KKR റീജിയനാണ്. അപ്പം കർണാടക റീജിയനകത്ത് വരുമ്പോൾ വേക്കൻസി നമുക്കൊരു 400 വേക്കൻസി ഇതിൽ കാണത്തുള്ളൂ. ഇപ്പം ഞാൻ എഴുതിയത് നോർത്തേൺ റീജിയനിലാണ്. നോർത്തേൺ റീജിയനിൽ അറൗണ്ട് 300 സംതിങ് വേക്കൻസി ഉണ്ടായിരുന്നു. അതിൽ ഒരു വേക്കൻസിയാണ് ഈ MSc ജോഗ്രഫി വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കണം. ഇതേപോലെ MSc കമ്പ്യൂട്ടർ സയൻസിന് കാണും, ബയോടെക്നോളജി, BSc ഫിസിക്സ്, MSc ഫിസിക്സ്, MSc കെമിസ്ട്രി, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കും. അപ്പോൾ നമ്മളത് ഓരോന്നും അപ്ലൈ ചെയ്ത് ചെയ്യും. ഒരു വേക്കൻസി ആകുമ്പോൾ ആരും അപ്ലൈ ചെയ്യത്തില്ല, കിട്ടുമോ ഇല്ലെന്നുള്ളത് അറിഞ്ഞു. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജും അത് തന്നെ. പലരും ഇപ്പം ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ ആൾക്കാരും CGL എഴുതും. പക്ഷെ നിങ്ങൾ ഇവിടുത്തെ ഈ സെലക്ഷൻ പോസ്റ്റിലെ ഈ പോസ്റ്റിന് വേണ്ടി കോമ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് ആക്ച്വലി ഒരു അഡ്വാൻറ്റേജ് ആണ്. വേക്കൻസി കുറവാണെങ്കിൽ പോലും ആകെ ഒരു വേക്കൻസി ഉള്ള ഓൾ ഇന്ത്യയിൽ ഒരു വേക്കൻസി ഉള്ള ആ ഒരൊറ്റ വേക്കൻസിയാണ് സായി വിഘ്നേഷ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നിസ്സാരമായ ഒരു കാര്യമല്ല, വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. അപ്പം അതിന്റെ പിന്നിലും വലിയ പ്രയത്നം ഉണ്ടാക്കുക, കഥകളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായത്? തീർച്ചയായിട്ടും 2023 ആക്ച്വലി
നല്ല ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പോൾ ഒരു ഓൺലൈനിൽ ഒരു കോഴ്സ് ഇനിഷ്യലി ഒരു പർച്ചേസ് ചെയ്തു. കാരണം ഫസ്റ്റ് ക്ലാസ് വന്നു കഴിഞ്ഞാൽ മാത്സ് വീക്കാണ്, അതുകൊണ്ടാണ് ഈ ജോഗ്രഫിയിലോട്ട് തിരിയുന്നത്. +2 മാത്സ് മാർക്ക് അതിന് മാത്രമാണ് എനിക്ക് A+ കിട്ടാത്തത്. സ്റ്റിൽ അതിലോട്ട് മാത്സ് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് BSc ജോഗ്രഫി. ജിയോളജിയാണ് കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ ജിയോളജി എനിക്ക് അന്ന് കിട്ടിയില്ല. എന്റെ +2 മാർക്ക് വെച്ചിട്ട് എനിക്ക് ഏതാണ്ട് ഒരു 5-6 മാർക്കിന് കുറവ് എനിക്ക് ജിയോളജി കിട്ടിയില്ല. അപ്പൊ ജോഗ്രഫി പഠിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ BSc ജോഗ്രഫി MS ജോഗ്രഫിയിലോട്ട് പോയതിന് ശേഷം മാത്സ് എൻ്റെ ഇല്ല. മാത്സ് ഏറ്റവും വീക്കായിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോയി അവസാനം മാത്സിലേക്ക് തന്നെ വന്നു ഇവിടെ. പക്ഷെ അതിലൊരു പ്ലസ് ഉണ്ടായിരുന്നു. ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ CGL പോസ്റ്റ് ഉണ്ട്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു പേപ്പർ പഠിച്ചതുകൊണ്ട് ആ പോസ്റ്റും കൂടെ എനിക്ക് CGL അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. സ്റ്റിൽ അതിൽ മാത്സ് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു എസ്കേപ്പിന് വേണ്ടിയിട്ടാണ് ജോഗ്രഫിയിലോട്ട് പോയത്. പക്ഷെ കറങ്ങി തിരിച്ച് വീണ്ടും മാത്സിലോട്ട് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അപ്പം 2023 അപ്പോൾ ഒരു ഇനിഷ്യലി ഒരു കോഴ്സ് പർച്ചേസ് ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് 2024 ഇവിടുത്തെ ഓൾ കേരള സ്കോളർഷിപ്പ് ടെസ്റ്റ് ഓൾ കേരള സ്കോളർഷിപ്പ് ടെസ്റ്റ് എഴുതി സെക്കൻഡ് റാങ്ക് അന്ന് കിട്ടിയത്. അപ്പൊ അന്ന് സെക്കൻഡ് റാങ്ക് കിട്ടി. അന്ന് സ്കോളർഷിപ്പോട് കൂടിയാണ് ഇവിടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ആൾറെഡി മാത്സ് ഒക്കെ ഒരുവിധം ബേസ് എനിക്ക് ഉണ്ടായിരുന്നു. 2024 തന്നെ മാത്സ് ബേസ് ഉണ്ടായിരുന്നു. എനിക്ക് മെയിനായിട്ട് ഇവിടെ നിന്ന് GKയും ഇത് ഇംഗ്ലീഷുമാണ് കുറച്ചുകൂടെ നല്ല രീതിക്ക് ഞാൻ പ്രിപ്പറേഷൻ കൊണ്ടുപോയത്, എസ്പെഷ്യലി GK. അപ്പം GK അപ്പോൾ അതിന് അന്ന് 2024 കൃത്യം പറഞ്ഞാൽ ഒരു ജൂൺ ടൈമിലാണ്, ജൂലൈ ടൈമിലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്ലൈ ചെയ്ത് ഒരു 1.5 മാസം കഴിഞ്ഞ് ഓഗസ്റ്റിലേക്ക് ആയപ്പോൾ എക്സാം ഉണ്ടായിരുന്നു 2024. പിന്നെ ഇതിൽ വേറൊരു നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ പറ്റത്തില്ല. ഇതില് പ്രോബ്ലം എന്ന് പറഞ്ഞപ്പോൾ വേക്കൻസി ഒന്നായതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന് ആ മിനിസ്ട്രിക്ക് നമ്മൾ എപ്പോഴാണോ ആവശ്യം അപ്പോഴേ ആ ടൈം കോൾ ഫോർ ചെയ്യത്തുള്ളൂ. ചില ഡിപ്പാർട്ട്മെന്റ്സ് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഇത് കിട്ടുമോ എന്നുള്ളത്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഫൈനൽ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്. അവർക്ക് അത് ചിലപ്പം ആ പോസ്റ്റ് ക്യാൻസലും ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഉടനെ തന്നെ ആളെ എടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ കാര്യത്തിലും 2024 എക്സാം എഴുതി, അപ്ലൈ ചെയ്തു. എക്സാം ഒന്ന് എഴുതി ഞാനൊരു 3-4-6 മാസം വെയിറ്റ് ചെയ്തു. ദെൻ 2025 ജനുവരിയിലാണ് എനിക്ക് റാങ്ക് ലിസ്റ്റ് അല്ല, ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് എനിക്ക് വരുന്നത്. കാരണം ഒറ്റ എക്സാം ആയതുകൊണ്ട് ദെൻ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പോൾ ഡൽഹിയിലോട്ടാ ഇത് വരുന്നത്. കാരണം നോർത്തേൺ റീജിയനിലാണ് ഇതിന്റെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ആയിരുന്നു പോയത്. അപ്പോൾ ജനുവരി ആ സമയത്ത് ഇപ്പം ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ഡൽഹിയിൽ പോകണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. ഒരു വേക്കൻസി ആയതുകൊണ്ട്. അപ്പൊ എങ്ങനെ തീരുമാനം എടുത്തത്? അന്ന് ഞാൻ പോകണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു. അച്ഛനും അമ്മയുമാണ് നിർബന്ധിച്ച് അന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് അപ്പൊ തന്നെ ചെയ്തു തന്നത്. പൈസക്ക് അങ്ങനെ ഞാൻ അങ്ങനെ ഇത് ഒരു വേക്കൻസി ആയിട്ട് കിട്ടുമോ ഇല്ലെന്നുള്ളത്. കാരണം ആ ലിസ്റ്റിൽ 8 പേരുണ്ടായിരുന്നു. ഔട്ട് ഓഫ് ഫൈനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷന് മുന്നേ ഒരു 35 പേരുടെ ലിസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 8 പേരുടെ ലിസ്റ്റാണ് ഫൈനലായിട്ട് വന്നത്. ആ 8 പേരെയാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഡൽഹിക്ക് വിളിക്കുന്നത്. അപ്പൊ ഡൽഹി ഡയറക്റ്റ് ഹെഡ് ഓഫീസിൽ വെച്ചാണ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നത്. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങ് പോയിട്ട് നമ്മള് 8 പേര് വന്നായിരുന്നു. 8 പേര് വന്നായിരുന്നു. ഇതില് എനിക്ക് ഡിസംബർ 30 എന്തായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മ, ജനുവരി 29 ആ ടൈമായിരുന്നു. 2025 ഇതിന്റെ വരുന്നത്. കൃത്യം എക്സാം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വിളിക്കുന്നത്. അപ്പൊ അത് മുതൽ ഏതാണ്ട് ഒരു 1 ഇയർ ജേണിയാണ്. അതൊരു വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ഒരു വേക്കൻസി. മാത്രമല്ല എനിക്ക് തോന്നുന്നു അത് മാത്രം നോക്കിയിരുന്നല്ല, CGL-ലാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചത്. CGL എക്സാം പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ റാങ്ക് 1 റാങ്കിൽ തന്നെ പ്ലേസ് ചെയ്തായതുകൊണ്ടാണല്ലോ ഫസ്റ്റ് പോസ്റ്റ് കിട്ടിയത്. അതിന് കാരണം തീർച്ചയായിട്ടും ഈ CGL എക്സാമിന് വളരെ സിൻസിയർ ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ഇവിടെയും റാങ്ക് കൊണ്ടുവന്ന് ജോലി കിട്ടിയത്. ഓക്കെ. അപ്പം ഈ ഒരു പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് വളരെ പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന തരത്തിലൊരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. പോസ്റ്റിന്റെ പേര് സീനിയർ ജോഗ്രഫർ എന്നാണ്. അതിപ്പം ഏത് ഡിപ്പാർട്ട്മെന്റ് കാഡർ ചേഞ്ച് ഒക്കെ നടന്ന് ഏതാണ്ട് പേര് മാറിയപ്പം അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ARO എന്നാണ് വരുന്നത്. അപ്പം ഇതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വൈസ് നോക്കുമ്പോൾ പവർഫുൾ പോസ്റ്റ് ആണ്. അപ്പൊ ARO ആകുമ്പോൾ ഗ്രൂപ്പ് B ഗസറ്റഡ് ആവും. ഗ്രൂപ്പ് ബി നോൺ ഗസറ്റഡ് ആണ്. ഈ കാഡർ ചേഞ്ച് വരുന്ന സമയത്ത് ARO ഗ്രൂപ്പ് B ഗസറ്റഡ് പോസ്റ്റ് ആയിട്ട് മാറും. ഇനിഷ്യലി ജോയിൻ അത് വരും. അത് ഇപ്പൊ ഒരു 2-3 മന്ത്സിൽ അത് കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ ARO കഴിഞ്ഞ് പ്രൊമോഷൻ പോസ്റ്റ് വരുന്ന റിസർച്ച് ഓഫീസർ RO വരും. ഗ്രൂപ്പ് A ഗസറ്റഡ് ആവും. ഗ്രൂപ്പ് A ഗസറ്റഡ്. ദെൻ സീനിയർ റിസർച്ച് ഓഫീസർ SRO അങ്ങനെയാ വരുന്ന. ദെൻ മാപ്പ് ഓഫീസർ MO വരും.
ദെൻ അവസാനം ഫൈനൽ അതിന് മുന്നേ അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ARG പോസ്റ്റിലെത്തും. ദെൻ ഫൈനൽ പ്രൊമോഷൻ ആണ് DRG, ഡെപ്യൂട്ടി രജിസ്ട്രാർ ജനറൽ ആയിട്ടാണ് വരുന്നത്. ഈ ഒരു പോസ്റ്റിൽ തന്നെ ഡെപ്യൂട്ടി രജിസ്ട്രാർ ജനറൽ വരെ ആവാൻ പറ്റും. അത് ഈ കാഡറിൽ വരുന്ന ആൾക്കാർക്ക് മാത്രമേ അതിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് മാപ്പിന് മാത്രമായിട്ടുള്ള ഓരോ DRGക്കകത്ത് തന്നെ കുറെ DRGമാരുണ്ട്. അതിൽ ഒന്നിന് മാപ്പിനുണ്ട്, സെൻസസിന്, അങ്ങനെ മാറി മാറി വരും. അപ്പൊ ഫൈനലായിട്ട് ഏറ്റവും ടോപ്പിൽ വരുന്നത് RG, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് വരുന്നത്. അത് IAS കാഡർ ഡയറക്റ്റ് ആയിട്ട് UPSC റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് SRO, സീനിയർ റിസർച്ച് ഓഫീസറിന് ഡയറക്റ്റ് ആയിട്ട് ARG യോട്ട് മാറാം. ഇൻ ബിറ്റ്വീൻ ആ MO നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് ഈ SRO ആയിട്ട് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് UPSC ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇത്ര വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ARGയിലോട്ട് ആവാൻ പറ്റും. അങ്ങനെ ആയവരും ഉണ്ട് ഡിപ്പാർട്ട്മെന്റിനകത്ത്. അപ്പൊ ഈ പോസ്റ്റിൽ ഇപ്പം പ്രത്യേകിച്ച് ഈ ഒരു പോസ്റ്റിൽ എനിക്ക് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ജോലികളൊക്കെ വരുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ സെൻസസ് ഒക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ അതിനകത്ത് ക്രൂഷ്യൽ ആയിട്ടുള്ള റോള് വഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അത്തരത്തിൽ എന്തെങ്കിലും വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? അതെ. ഇപ്പം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാപ്പൊക്കെ ആൾമോസ്റ്റ് എല്ലാം പ്രിപ്പറേഷനൊക്കെ അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ അത് കൺസേൺ ചാർജസിനൊക്കെ ഈ മാപ്സ് ഒക്കെ അയച്ചു കൊടുത്തു. ട്രെയിനിങ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പൊ ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത് നല്ല ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർമാര്, സെക്രട്ടറിമാര്, മുനിസിപ്പൽ സെക്രട്ടറിമാര് ഇവരൊക്കെയാണ് ഇനിഷ്യൽ ട്രെയിനേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ നമ്മൾ അവര് ബാക്കിയുള്ള ടീച്ചർമാർക്കും അടുത്ത് വരുന്ന സെക്കൻഡ് ലെവൽ ട്രെയിനേഴ്സിന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ദെൻ ഒരു കൃത്യം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഇലക്ഷൻ ഒക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സെൻസസ് കുറച്ചൊന്ന് ലേറ്റ് ആയി. കൃത്യം പറഞ്ഞാൽ ഏപ്രിൽ 1 സ്റ്റാർട്ട് ചെയ്യേണ്ടതാ. ഈ ഇലക്ഷൻ ആയതുകൊണ്ട് മാത്രം അത് ജൂലൈയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് സെൻസസ് കേരളത്തിൽ സ്റ്റാർട്ട് ആവും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സൈഡിൽ നിന്നുള്ള വർക്കും കൂടെ അതിന് കൂടെ കാണും. നമ്മൾ ഫീൽഡിൽ പോകേണ്ട നീഡില്ല, ആവശ്യമില്ല നമുക്ക് അതിന് കൂടെ. കാരണം അതിൻ്റെതായിട്ടുള്ള ട്രെയിനേഴ്സ് വേറെ ആൾക്കാരുണ്ട്, അവർ ഫീൽഡിലോട്ട് പോകും. നമുക്ക് ഓഫീസിൽ നിന്നുള്ള വർക്കും അതെ. അതുകൊണ്ട് ഫീൽഡ് വർക്ക് പോകേണ്ട നമുക്ക് ആവശ്യം വരുന്നില്ല. ദെൻ ഈ സെൻസസ് കഴിഞ്ഞ 2 വർഷം സെൻസസ് നീണ്ടു നിൽക്കും. ഇപ്രാവശ്യം നമുക്ക് ഫുൾ ഡിജിറ്റൽ സെൻസസ് ആണ്. ആദ്യമായിട്ട് ഡിജിറ്റൽ സെൻസസ് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ഈ വർഷം മുതലാണ്. ഡിജിറ്റലായിട്ടാണ്. അപ്പൊ നമുക്ക് പണ്ട് എല്ലാ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് ഫുൾ ആൻഡ് ഒരു 34 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ആപ്പിൽ സെൻസസിന് ഒരു ആപ്പ് ഉണ്ട്. അതിൽ നമ്മളെല്ലാം അപ്ഡേറ്റ് ചെയ്യണം, ഇൻക്ലൂഡിങ് വീട്ടിൽ ബൈക്ക് ഉൾപ്പെടെ എത്ര ബൈക്ക് ഉണ്ടെന്ന് ഉൾപ്പെടെ നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് അതിന് നല്ല രീതിക്ക് ഒരു മുന്നേറ്റം അതിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് വലിയൊരു കാര്യം. ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രൈമായിട്ട് ഇത്രയും വലിയ ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ സെൻസസ് കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രോസസ്സാണ്. ഏറ്റവും നന്നായിട്ട് ഡിജിറ്റലി തന്നെ നടക്കട്ടെ. ഓക്കെ. അപ്പം സായി വിഘ്നേഷിന്റെ എന്നാണ് ജോയിൻ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളോട് ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. ജോയിനിങ് കാര്യങ്ങളൊന്ന് പറയാമോ? ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യുന്നത് കൃത്യം പറഞ്ഞ മാർച്ച് 2-ാം തീയതി 2026 മാർച്ച് 2 ജോയിൻ ചെയ്യുന്നത്. അപ്പം ജോയിൻ ചെയ്ത പിന്നെ ഡിപ്പാർട്ട്മെന്റും നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പം എനിക്ക് അവിടെയുള്ള സീനിയേഴ്സ് എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളും കൂടെയാണ്. അപ്പം ഞാൻ പ്രതീക്ഷ ഫസ്റ്റ് കാരണം സ്റ്റുഡന്റ് ആയിരുന്നിട്ട് പെട്ടെന്ന് ഒരിടത്ത് ജോയിൻ ചെയ്തത്. അതൊരു ഇനിഷ്യൽ ഒരു ഓഫീസർ ഗ്രേഡിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഒരു റാഗിംഗ് പോലെയുള്ള അവർക്ക് പിയർ പ്രഷർ എങ്ങനെയാവും എന്നുള്ളത് അറിഞ്ഞൂടായിരുന്നു. പക്ഷേ കൊളീഗ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂളാണ്, എല്ലാവരും ഫ്രണ്ട്ലിയും കൂടെയാണ്. അപ്പം ട്രിവാൻഡ്രത്തുള്ളവർ കുറവാണ്, കൂടുതലും അതർ സ്റ്റേറ്റ് അല്ല മലയാളീസ് ആണ്, അതർ ഡിസ്ട്രിക്റ്റ് ഉള്ള ആൾക്കാരായിരുന്നു കൂടുതലും. അപ്പം അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. പലർക്കും സംശയം ഉണ്ടാവും ഇപ്പം ഓഫീസ് എവിടെയാണെന്ന്. പലപ്പോഴും ഇപ്പം ഡൽഹിയിലാണ് നമ്മൾ ഇതിൽ പോയെന്ന് പറഞ്ഞപ്പോൾ പലരും സംശയിച്ചിരിക്കുകയായിരിക്കും എവിടെയാണ്, ഏത് ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് പലരുടെയും സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SSC പരീക്ഷ എഴുതിയ കേരളത്തിൽ ജോലി കിട്ടും എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എവിടെയാണ് ഓഫീസ് എന്നും കൂടെ ഒന്ന് പറയാം. ഓഫീസ് കൃത്യം ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് കേരളയാണ്. ഓരോ സ്റ്റേറ്റിനും ഓരോ ഓഫീസുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കിവിടെ കേരളത്തിന്റെ ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്താണ് വരുന്നത്. ട്രിവാൻഡ്രത്ത് പൂങ്കുളം വെള്ളായണിയാണ് ഓഫീസ് വരുന്നത്. അപ്പം എൻ്റെ ഹോം ടൗണിൽ നിന്ന് കൃത്യം ഒരു 9 കിലോമീറ്റർ. അപ്പം ഒരു 15 മിനിറ്റിന്റെ ഒരു യാത്രയേ ഉള്ളൂ വീട്ടിൽ നിന്ന്. അപ്പം ഇനിഷ്യൽ പോസ്റ്റിംഗ് പക്ഷേ ഡൽഹി ആയിരുന്നു. അപ്പം പക്ഷേ എനിക്ക് കേരളത്തിൽ വേക്കൻസി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തായിരുന്നു. അതിലും ചെന്നൈയിലാകുമ്പം തമിഴ്നാടാകുമ്പോൾ ചെന്നൈയിലാണ് എൻ്റെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിന്റെ അതാത് ക്യാപിറ്റൽ സിറ്റിയിലാണ് ഓഫീസ് വരുന്നത്. അപ്പൊ നമുക്ക് വേറെ തീരെ ഇന്റീരിയർ ആണ്, ഭയങ്കര ബുദ്ധിമുട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ലൈഫ് ജോലിയും കാര്യങ്ങളൊക്കെ നമുക്ക് സിറ്റി തന്നെ പോയി. എനിക്ക് സായി എൻ്റെ അടുത്ത് പണ്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് നാൾ എൻജോയ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പം ഡൽഹിയിലൊക്കെ പോയി കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് വരണം ചിന്തിച്ചു. പക്ഷേ സ്റ്റാർട്ടിങ് കിട്ടിയത് കേരളത്തിലാണ്. അപ്പൊ ഭാവിയിൽ അങ്ങോട്ട് ട്രാൻസ്ഫേഴ്സും ഒക്കെ ആയിട്ട് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഉണ്ട്. അത് ട്രാൻസ്ഫർ എന്ന് മാത്രമല്ല, കാരണം നമ്മുടെ ഒരു പ്രൊമോഷൻ പോസ്റ്റ് ആയിട്ട് ട്രിവാൻഡ്രത്തുണ്ട്, ഇവിടുത്തെ ഓഫീസിലുണ്ട്. പക്ഷേ SRO മുതൽ എനിക്ക് ചെന്നൈ അല്ലെങ്കിൽ ബാംഗ്ലൂർ അങ്ങോട്ട് മാറി പോകേണ്ടി വരും.
ഫൈനൽ DRG പോസ്റ്റ് എല്ലാം ARG DRG പോസ്റ്റ് എല്ലാം വരുന്നത് ഡൽഹിയിലാണ്. ഡൽഹി ഹെഡ് ഓഫീസിൽ മാത്രമേ അത് വരുന്നുള്ളൂ. അപ്പൊ എനിവേ റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഡൽഹി തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നാട്ടിൽ കുറച്ച് നാൾ കൂടെ നിന്ന് പൊളിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഓക്കെ. അപ്പം മറ്റു കാര്യങ്ങൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിച്ചില്ല. അപ്പം ആരൊക്കെയാണ് വീട്ടിലുള്ളത്, അവരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു? അച്ഛന് അമ്മയും അനിയത്തി 3 പേരാണ് ഇനിഷ്യലി പറഞ്ഞു തന്നെ. അപ്പം 3 പേരുണ്ട്. അച്ഛനും ബിസിനസ്സാണ്. ബിസിനസ് മീൻസ് എക്സാക്ട് ഫുൾ കൺട്രോൾ ഇല്ല, കൊച്ചച്ഛനും കൂടെ ഉള്ളതുകൊണ്ട് കൊച്ചച്ഛനും അച്ഛനും കൂടെ ചേർന്ന് കമ്പൈൻഡ് ആയിട്ടാണ് ബിസിനസ് നടത്തുന്നത്. അപ്പം പിന്നെ അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി ഇപ്പം നിലവിൽ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു. ഇപ്പൊ MCAക്ക് നോക്കുന്നുണ്ട്. അതിനിപ്പോ അതിന്റെ കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് ചെയ്യുന്നുണ്ട്. അതെ, SSCയുടെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഞാൻ ഇനിഷ്യലി കോളേജ് പഠിക്കുമ്പോൾ തന്നെ അനിയത്തിയെ കൊണ്ട് അത് കുറച്ചുകൂടെ ചെയ്യിപ്പിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റ് ചെയ്യാൻ പാടില്ല. അതെ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ്. പലർക്കും ഈ SSC പരീക്ഷയെ പറ്റി അവയർനെസ് ഇല്ല. അത് നോർത്ത് ഇന്ത്യൻ ലോബി തന്നെയാണ് ഇപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് അവയർനെസ് കൂടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ ഇതിനെപ്പറ്റി മനസ്സിലാക്കി എക്സാംസ് ക്ലിയർ ചെയ്യുകയും മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുകയും ചെയ്യുമ്പം കുറച്ചുകൂടി ഒരുപാട് സാധ്യതകളുണ്ടല്ലേ. ആക്ച്വലി ഒരുപാട് സാധ്യതകളുണ്ടെങ്കിലും പലർക്കും അറിയില്ല. പലർക്കും PSC പരീക്ഷകളെ പറ്റി മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്താണ് അനിയത്തി നേരത്തെ ഗൈഡ് ചെയ്ത് പ്രിപ്പറേഷൻസ് നടക്കുന്നത്. സാർ പറഞ്ഞതും കറക്റ്റാണ്. കാരണം ഞാൻ അന്ന് അവിടെ ഡോക്യുമെന്റേഷന് പോയ സമയത്ത് ബാലൻസ് ഉള്ള 7 പേര് നോർത്ത് ഇന്ത്യൻസാണ്. സൗത്ത് ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യ ഓവറോൾ ഫുൾ സൗത്ത് ഇന്ത്യ എടുത്താൽ പോലും ഞാൻ ഒരാളെ ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഡൽഹി, ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ അവിടത്തെ ആൾക്കാർ തന്നെയായിരുന്നു അന്ന് ഫുൾ ആൻഡ് ഫുൾ വന്നത്. അതെ, അതിനകത്ത് തന്നെ ഒരു കാര്യം ഇപ്പം പറഞ്ഞില്ലേ, 7 പേരും എന്നിട്ടും കിട്ടിയ റാങ്ക് 1. അതെ, ഇതാണ് ഒരു കാര്യം. കറക്റ്റ് ഇതിനെപ്പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. അവര് ഹാർഡായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ഒരുപാട് ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത് അവയർനെസ് ഉള്ളവർ കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ പെട്ടെന്ന് അവരെ ഓവർടേക്ക് ചെയ്ത് നല്ല ജോലി എടുത്താൻ പറ്റും. അപ്പം നല്ലൊരു സാധ്യതയാണ്. ഇനിയും എന്തൊക്കെയാണ് ഇപ്പം റിസൾട്ട് വന്നു, ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ റിയാക്ഷൻ എന്തായിരുന്നു? അനിയത്തി എന്ത് പറയുന്നു? അനിയത്തി വീട്ടില് ഇനിഷ്യലി ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. കാരണം ഏജ് ഇപ്പം 28 ആയി. അപ്പം ഇത് ജോലി കിട്ടുന്ന സമയത്ത് 28 അപ്പം 27 വയസ്സായി. അപ്പൊ ഇനി ജോലി ഇതുവരെ പോയിട്ടില്ലേ എന്നുള്ള അത് എല്ലാവർക്കും ഈ ഫേസ് ചെയ്തിട്ടുള്ള ഈ എക്സാം പ്രിപ്പറേഷനുള്ള എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. കാരണം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ലേറ്റായി. 25ാമത്തെ വയസ്സിലാണ് SSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 3 വർഷം വന്നപ്പോൾ എല്ലാ എക്സാംസ് അടുത്തടുത്ത് വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ആണ് പോകുന്നത്, അവസാനത്തെ സമയത്തിലാണ് പോയത്. അപ്പൊ ഇതില് എങ്ങനെയെങ്കിലൊക്കെ എനിക്ക് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ അച്ഛനും അമ്മയും ഈ പോസ്റ്റ് കിട്ടും എന്നുള്ള നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ ഇനിഷ്യലിയും അവരുടെ നാട്ടുകാരും എല്ലാവരും ചോദിക്കുമായിരുന്നു. കാരണം നമ്മളവിടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുക. അപ്പോൾ ആ ഒരു 3000 ആൾക്കാരുണ്ടെങ്കിൽ 3000 ആൾക്കാർക്കും എന്നെ അറിയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കുന്നതുകൊണ്ട് സ്ഥിരമായിട്ട് അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലൊക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് കാര്യങ്ങളൊക്കെ വരണം എന്നുള്ള എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്ന് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വൺസ് ഈ ജോലി കിട്ടിയതിന് ശേഷം എൻറ്റയർലി ലൈഫ് നല്ല രീതിക്ക് ചേഞ്ച് ആയി, ഓപ്പോസിറ്റ് ആയിട്ട് മാറി. അപ്പം നല്ല രീതിക്ക് എല്ലാവരും അന്ന് എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർ വീണ്ടും ഇപ്പോഴും ചോദിക്കുന്നു. ഇൻക്ലൂഡിങ് ഈ കല്യാണത്തിന്റെ കാര്യം പോലും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ആൾക്കാർ പോലും ഉണ്ട്. അപ്പൊ പിന്നെ എൻ്റെ ഭയങ്കര ഹാപ്പി, അച്ഛനും അമ്മയും ഹാപ്പി ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് സാലറിയിൽ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തത്, അനിയത്തിക്കും ഇൻക്ലൂഡിങ് ഈ വിഷുവും ഒക്കെ വന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിക്ക് ഡ്രസ്സും കാര്യങ്ങളും വീട്ടിലും ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അത് വളരെയധികം ഹാപ്പി. കാരണം ഈ ലെവൽ B പോസ്റ്റ് ആയതുകൊണ്ട്, ലെവൽ 7 പോസ്റ്റ് ആയതുകൊണ്ട്, ഗ്രൂപ്പ് B പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് സാലറി വൈസും സ്റ്റാർട്ടിംഗ് സാലറി അത്രയും വലിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഇനിഷ്യൽ സ്റ്റാർട്ടിങ്ങിന് പോലും നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബെറ്റർ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പോസ്റ്റിലാണ്. ഇപ്പം ഒരുപക്ഷെ CGL എക്സാം ക്ലിയർ ചെയ്താൽ പോലും ഇത്രയും ബെസ്റ്റ് പോസ്റ്റ് കിട്ടുമോ എന്നുള്ള സംശയമാണ്. സായിയെ സംബന്ധിച്ച് ഏറ്റവും നല്ല വർഷമാണെന്ന് പറയാം. 2026 തുടക്കം മുതൽ തന്നെ നല്ലൊരു സമയമാണ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, സായി ഇടയ്ക്ക് വിളിക്കുകയും ഇവിടെ വരികയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ കൂടെ പഠിച്ചിട്ട് ഇപ്പം ഇവിടെ തന്നെ ദിശയിൽ നമ്മളോടൊപ്പം പഠിച്ചു കൂടെ പഠിച്ച ആൾക്കാരൊക്കെ എന്ത് പറയുന്നു? അവരെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ? കണ്ടായിരുന്നു? എല്ലാവരും കണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കാരണം എല്ലാവരുമായിട്ടും സംസാരിക്കുന്ന ഒരു ടൈപ്പും കൂടെ ആയതുകൊണ്ട് എല്ലാവരുമായിട്ടും നല്ല രീതിക്ക് ഇടപഴകിയതുകൊണ്ട് അവരെല്ലാവരും കോൺടാക്റ്റും ഉണ്ടായിരുന്നു. ഇൻക്ലൂഡ് ടീച്ചർമാരെ പോലും ഞാൻ എല്ലാവരെയും വിളിക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ റിസൾട്ട് കിട്ടിയതുകൊണ്ട് തന്നെ എൻ്റെ മെൻറ്റർ ശരത്തേട്ടനാണ് ഇപ്പോൾ ഇവിടുത്തെ മെൻറ്ററായിരുന്നത്. അപ്പം ശരത്തേട്ടനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ കൂടെ ഇപ്പം ഈ 2025 CGL കിട്ടിയ നമ്മുടെ എല്ലാവരും തന്നെ അജോ ഹെബർട്ടിനായിരുന്നു ഈ സ്കോളർഷിപ്പ് എക്സാമിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ആയിരുന്നു. അജോക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. GST ഇൻസ്പെക്ടർ ആയിട്ട് അജോക്ക് കിട്ടി. അപ്പം CHS ക്ലിയർ ചെയ്തായതുകൊണ്ട് വർക്കിംഗ്. അപ്പം എനിക്ക് അജോയ്ക്കും ജോലി കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ എനിക്ക്
തംജീദിനെ അറിയാന്നുള്ളത് നമ്മുടെ ക്രാഷ് കോഴ്സ് ഫോക്കസ് ബാച്ചിന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നു തംജീദിനെ. പക്ഷെ വിളിച്ച് നേരിലുള്ള അങ്ങനെ പരിചയമില്ല, എന്നാലും അറിയാം. പിന്നെ അമൽ MTS ആയിട്ട് വർക്ക് ചെയ്യാം. MTS ആയിട്ട് കൊല്ലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓഫീസ് സൂപ്രണ്ട് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ അമലിനും നല്ല രീതിക്ക് പരിചയമുള്ളതാണ്. ഒന്നിച്ചാണ് 2024 ഇവിടെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അമലിനും കിട്ടിയതിൽ വളരെ സന്തോഷം. അപ്പൊ എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ഇവിടെ വന്നു, എല്ലാവരും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ സമയത്ത് തന്നെ ഈ ഗ്രൂപ്പ് ലെവൽ B പോസ്റ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ് ഓഫീസർ ഗ്രേഡ് കിട്ടിയതുകൊണ്ട് അവർക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു പിന്നെ ഒരുപാട് കൺഫ്യൂഷനിലായിരുന്നു സായി വിഘ്നേഷും. അതായത് ഇതിന്റെ ഫൈനൽ റിസൾട്ട് ഒക്കെ വന്നു പറയുമ്പോഴും ജോലി പോസ്റ്റിംഗ് കിട്ടുന്നത് വരെ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പല അനിശ്ചിതാവസ്ഥകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ പല കഥകളും എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതായത് പോസ്റ്റിംഗ് കിട്ടുമോ എന്ന് ഉറപ്പ് വരുന്നതിന് മുമ്പ് ഞാനത് പറഞ്ഞു പോയി എല്ലായിടത്തും. ഈ ഫസ്റ്റ് ഇനിഷ്യലി ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റാണ് വരുന്നത്. അപ്പം ഈ ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ് വന്നിട്ടും എനിക്കൊരു ഉറപ്പില്ലായിരുന്നു ഇത് കിട്ടുമോ ഇല്ല എന്നുള്ളത്. കാരണം ഒറ്റ വേക്കൻസി ആയതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് എങ്ങാനും ഇത് പോസ്റ്റ് ക്യാൻസൽ എന്നുള്ള ഒരു പേടി എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ സാറിന്റെ അടുത്ത് അന്ന് ഒരിക്കൽ വന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ പിന്നെ ഇത് ഞാൻ അടുത്ത് അറിഞ്ഞു. അടുത്ത ഈ ഒരു മാസം കൊണ്ടിട്ടാണ് എനിക്ക് 3 വെരിഫിക്കേഷൻ, മെഡിക്കൽ വെരിഫിക്കേഷന്, ദെൻ പോലീസ് വെരിഫിക്കേഷൻ പ്ലസ് ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്, അതിന്റെ എല്ലാ കാര്യങ്ങളും 1 മാസം കൊണ്ട് തന്നെ എല്ലാം സ്പീഡപ്പ് ചെയ്തായിരുന്നു. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിക്ക് സ്പീഡ് ആയിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇനിഷ്യലി ഞാൻ അവിടെയൊക്കെ കോൺടാക്ട് ചെയ്ത് നോക്കിയിരുന്നു, എനിക്ക് നടന്നില്ല. സ്റ്റിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് സൈഡിൽ നിന്ന് നല്ല രീതിക്ക് സ്പീഡപ്പ് ചെയ്തു. പിന്നെ ഞാനും 1 മാസം കൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ആവും, 2ാമത്തെ മാസം അപ്പോയിന്റ്മെന്റ് ആവും എന്നുള്ള ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. അപ്പൊ ഇത് വിത്തിൻ ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തിനുള്ളിൽ തന്നെ അപ്പോയിന്റ്മെന്റ്, ഓഫർ ഓഫ് അപ്പോയിന്റ്മെന്റ്, ദെൻ മെഡിക്കല്, ദെൻ പോലീസ് വെരിഫിക്കേഷൻ, ദെൻ ഫൈനൽ അപ്പോയിന്റ്മെന്റ് എല്ലാം 1 മാസം കൊണ്ട് തന്നെ നടന്നായിരുന്നു. അപ്പൊ എന്നാ ഈ സെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവർക്ക് ഈ പോസ്റ്റിൽ ആളെ എടുക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നുകൊണ്ട് അവർ സ്പീഡപ്പ് ചെയ്തു. അപ്പൊ അതിനെ ഡിപ്പാർട്ട്മെന്റ് നല്ല സ്പീഡപ്പ് ചെയ്തുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അതുപോലെ പിന്നെ സായി വിഘ്നേഷിന്റെ ഇനി എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പ്രിപ്പറേഷൻ ജേണി ആയിരിക്കും. എങ്ങനെയാണ് ഓവറോൾ പ്രിപ്പറേഷൻ, എന്തൊക്കെയാണ് ഇപ്പം എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, SSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം സായി വിഘ്നേഷിന് മാത്രം പ്രിപ്പയർ ചെയ്തതിനകത്തുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്? പ്രിപ്പറേഷൻ കൃത്യം ഞാൻ ആൾറെഡി പറഞ്ഞതുപോലെ 2023 സ്റ്റാർട്ട് ചെയ്തു. 24 ഇവിടെ സ്കോളർഷിപ്പ് കിട്ടി ജോയിൻ ചെയ്തു. ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം കൂടുതൽ ഞാൻ, കാരണം ഇനിഷ്യലി ബേസ് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് GK മാത്രമേ എനിക്കന്ന് പെൻഡിങ് ഉണ്ടായിരുന്നു. ബാക്കി ആൾമോസ്റ്റ് ഇംഗ്ലീഷും മാത്സ്, ദെൻ റീസണിങ് ഞാൻ ഇനിഷ്യലി തന്നെ പ്രീവിയസ് ഇയറിൽ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം റീസണിങ് പ്രാക്ടീസ് ഫുൾ പ്രീവിയസ് ഇയർ മാത്രമേ റീസണിങ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഈ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതൊക്കെ ഞാനൊരു പേപ്പറിൽ എഴുതി വെക്കുമായിരുന്നു ആ ഇയർ വൈസ്. ഇപ്പം CGL 2023 ആണെങ്കിൽ അത് CGL 2023 എഴുതി ഏത് ഷിഫ്റ്റ് ആണോ ആ ഷിഫ്റ്റിൽ ഇപ്പൊ 25 ക്വസ്റ്റ്യൻ നമുക്ക് ടഫ് ആവാൻ ചാൻസ് ഇല്ല. അതിൽ 1-2 ക്വസ്റ്റ്യൻ കിട്ടാത്ത കാണും. ആ 1-2 ക്വസ്റ്റ്യൻ മാത്രം ആ പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കും. ദെൻ അതുപോലെ ഓരോ ഷിഫ്റ്റ് വൈസ് എഴുതി ഓരോ എക്സാം ഇൻക്ലൂഡിങ് സെലക്ഷൻ പോസ്റ്റ് എല്ലാ എക്സാം IB ഉൾപ്പെടെ എല്ലാ എക്സാമിന്റെയും ഞാൻ എഴുതി സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റീസണിങ്ങിന്. അങ്ങനെയാണ് അപ്പോൾ റീസണിങ് എനിക്കൊരു ഫൈനലി ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഫുൾ റീസണിങ്ങും ചെയ്ത് കംപ്ലീറ്റ് ചെയ്തുമായിരുന്നു. അപ്പം 60 മിനിറ്റിൽ 10 മിനിറ്റ് ഞാൻ അങ്ങനെ കൊടുക്കുമായിരുന്നു എക്സാമിന്. ദെൻ സെക്കൻഡ് ഞാൻ പോകുന്ന ഡയറക്റ്റ് റീസണിങ് കഴിഞ്ഞ് ഡയറക്റ്റ് ഞാൻ, കാരണം ആ ഒരു ബ്രെയിൻ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് മാത്സിലോട്ട് മോക്കിൽ അങ്ങനെ ചെയ്യുന്നത് മാത്സിലോട്ട് തന്നെ മാറും. അപ്പോൾ മാത്സ് ഇനിഷ്യലി നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോട്ട് അവർ ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ ഒരിക്കലും മാത്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഫുൾ നോട്ടും ഒരിക്കലും അതേപടി പകർത്തി എഴുതാൻ പാടില്ല. നമ്മള് ഇപ്പൊ ഞാൻ ദിശ അക്കാഡമിയുടെ ഒരു ഫുള്ളായിട്ട് ഒരു ക്ലാസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, നോട്ട് പകർത്തരുത്. അത്യാവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക. ചിലപ്പം ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫുള്ളും ചെയ്തു, ഇപ്പൊ പെർസെന്റേജ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഒരു 100-150 ക്വസ്റ്റ്യനാ, ഒരു 400 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ കാണും. ആ 400 ക്വസ്റ്റ്യൻ ചെയ്യുക, അതിനകത്ത് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ മോക്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അല്ലാതെ നമുക്ക് യൂട്യൂബുകളിൽ നോക്കുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, പർട്ടിക്കുലർ ആയിട്ട് വരുന്ന ഒരു ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഇനിഷ്യലി എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതി നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ഇഷ്ടംപോലെ ടൈം കുറെ വേസ്റ്റ് ആയി പോകുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെച്ചുക. ദെൻ ഫൈനൽ അടുത്ത മോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് അങ്ങനെയാണ് അടുത്ത് ചെയ്യുന്നത്. അപ്പോൾ മാത്സ് അങ്ങനെയാണ് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ദെൻ ഇംഗ്ലീഷും ഫുൾ ആൻഡ് ഫുള്ള് പ്രീവിയസ് ഇയർ നോക്കുന്നതിന് മുന്നേ നമ്മുടെ റാണി മാമിന്റെ യൂട്യൂബ് ചാനലാണ് കുറച്ചുകൂടെ ഞാൻ ഇവിടുത്തെ ദിശയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് റാണി മാമിന്റെ കുറച്ചുകൂടെ ക്ലാസ്സുകൾ കണ്ടിട്ടാണ്
ഈ അതിന്റെ ഒക്കാബ് ആയാലും എല്ലാം യൂട്യൂബിൽ നോക്കി. ഫ്രീ ക്ലാസ് ആണ്, ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, ഫ്രീ ക്ലാസ് നോക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത് പിന്നെ ഫുൾ ആൻഡ് ഫുള്ള് പ്രീവിയസ് ഇയർ ആണ്. പ്രീവിയസ് ഇയർ നോക്കി തന്നെ നമ്മൾ. പിന്നെ പത്രവായനയൊന്നും എനിക്കില്ലായിരുന്നു. ഞാനത് പത്രവായന വേണം എന്നുള്ളത് നിർബന്ധം ഉണ്ടായിരുന്നു, എല്ലാവരും പറയാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പത്രവായനയിലോട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പൊ ടയർ 2 പോകുന്ന സമയത്ത് ഫൈനൽ പ്രിപ്പറേഷൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാം എന്നുള്ളതായിരുന്നു. അപ്പൊ ഞാൻ ഇനിഷ്യലി ഒന്നും പത്രവായന ഒന്നും ഇല്ലായിരുന്നു എനിക്ക്. പിന്നെ GK ആണ് എന്നെ അലട്ടുന്ന വലിയൊരു പ്രോബ്ലം ആയിരുന്നു. അത് ദിശയിലും നിത്യ മാമിന്റെ ക്ലാസ് എനിക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ ഇവിടെ ഫോക്കസിൽ കൊണ്ടുപോയ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും മെറ്റീരിയൽസ് ഒക്കെ അതും നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ ചെയ്ത വലിയൊരു എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് റിവേഴ്സ് പ്രോസസ് ചെയ്തത്. കണ്ടന്റ് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പോയില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടാണ് അതിൽ നിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ തിരിച്ച് കണ്ടന്റിലോട്ട് പോകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഏതൊരു ഏരിയയിലോട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ സിസ്റ്റം പോലെ ചോദിച്ചിട്ടുള്ളതെന്നുള്ളത് എനിക്ക് മനസ്സിലായിരുന്നു. പിന്നെ ഞാൻ പഠിച്ച ഒരു ലെവലായപ്പോഴാണ് ഈ TCS മാറി എഡ്യൂക്കേറ്റിലോട്ട് വരുന്നത്. അപ്പൊ അതിൽ കുറച്ച് GK കുറച്ചുകൂടെ ഒന്ന് പാറ്റേൺ ലെവൽ അവർ ചേഞ്ച് ചെയ്തു. സ്റ്റിൽ എനിക്ക് പഴയ ക്വസ്റ്റ്യൻസ് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ കാരണം 2025 എഡ്യൂക്കേറ്റ് വരുന്ന. അപ്പൊ ആ പാറ്റേൺ 2023-24 ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് ട്രെൻഡ് നോക്കിയപ്പോൾ എനിക്ക് ഏതാണ്ട് കൺഫേം മനസ്സിലായി എവിടെ നിന്നൊക്കെ ചോദിക്കുന്നുള്ളത്. അപ്പൊ റിവേഴ്സ് പ്രോസസ്സിൽ പോയതുകൊണ്ട് GK ആൾമോസ്റ്റ് എനിക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ അങ്ങനെയാണ് അതിലോട്ട് പഠിക്കുന്നത്. അപ്പൊ പിന്നെ വേറെ അതിൽ പറയാൻ പിന്നെ മോക്ക് നിർബന്ധമായിട്ട് എല്ലാവരും സ്റ്റാർട്ട്. ഞാൻ ഇനിഷ്യലി ഒന്നും മോക്ക് എടുത്തിട്ടില്ലായിരുന്നു. ഒരു 75% സിലബസ് കംപ്ലീറ്റ് ആയിട്ടാണ് മോക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സെലക്ഷൻ പോസ്റ്റിന് നോക്കിയപ്പോഴും സെലക്ഷൻ പോസ്റ്റ് എക്സാം സമയത്ത് ഞാൻ മോക്ക് അത്രയ്ക്കും എടുത്തിട്ടില്ലായിരുന്നു. സീജിലിന് വേണ്ടി പ്രിപ്പറേഷൻ ആയപ്പോഴാണ് ഫുൾ ആൻഡ് ഫുൾ മോക്ക് നോക്കിയത്. അപ്പൊ എന്തായാലും സീജിലിന് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒരുവിധം ബെറ്റർ. SSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു CGL ലെവലിലേക്ക് പ്രിപ്പയർ ചെയ്യുക. ഏത് പരീക്ഷകളും അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാൻ GD എനിക്ക് ആൾമോസ്റ്റ് 2 എക്സാമും ക്ലിയർ ആയിരുന്നു. 2022 GD ക്ലിയർ ചെയ്തായിരുന്നു, 23 GD ക്ലിയർ ചെയ്തായിരുന്നു. അപ്പം ഞാൻ അതിൽ എക്സാം ഈസിയാണ് നമുക്ക്. സീജിലിനൊക്കെ ഞാൻ ഇനിഷ്യലി ജോയിൻ ചെയ്യുന്ന മുന്നേ ഒക്കെ വീട്ടിൽ നിന്ന് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ എക്സാംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് എഴുതുമായിരുന്നു. അന്ന് സീജിലും CHS ഒന്നും ക്ലിയർ ആയിട്ടില്ല, GD മാത്രം ഒരു ക്ലിയർ ആയിട്ട്. പക്ഷെ ഫിസിക്കലി ഞാൻ പോറില്ല, കാരണം സ്പെക്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എളുപ്പത്തിലുള്ള എക്സാം ആണ്. അപ്പൊ എനിക്ക് പിന്നെ ഇനിഷ്യലി ലെവൽ 7 പോസ്റ്റ് തന്നെ പോകണമെന്നുള്ളത് ഒരു ഇതുണ്ടായിരുന്നു, ഒരു വാശി ഉണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ കിട്ടിയതിൽ തന്നെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാനുകൾ? എന്തൊക്കെയാ? ഇപ്പൊ ജോലി കിട്ടി, വീട്ടുകാരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നത്, എന്താണ് അടുത്തൊരു പ്ലാന്? അങ്ങനെ പറയാം, ഇനിയിപ്പോ മാരേജ് ആണ് വീട്ടില് നിർബന്ധിച്ച മീൻസ് പറഞ്ഞ് വീട്ടിൽ പറയുന്നുണ്ട്. ഇതിപ്പം ജോലി കിട്ടുന്നതിന് മുന്നേ ഈ ഒരു പ്രഷർ ഉണ്ടായിരുന്നു, ജോലി ഇല്ല എന്നുള്ള വിഷയവും ഈ മാരേജിന്റെ കാര്യങ്ങൾ വീട്ടിലൊക്കെ പറയുമായിരുന്നു. ഇപ്പം അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, പക്ഷെ ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. ഇൻക്ലൂഡിങ് എൻ്റെ കൊളീഗ്സ് പോലും 1-2 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇനി ഉടനെ അടുത്ത് മാരേജ് ചെയ്യണം. അപ്പൊ അതിങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഇനി ക്ഷേത്രീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലൊക്കെ പോകണം എന്നുള്ള രീതിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അനിത്യയുടെ ഒരു കോഴ്സ് കൂടെ കഴിഞ്ഞിട്ട് അനിത്യം കൂടെ കാണും എന്നുള്ള രീതിക്കാണ് പറഞ്ഞേക്കുന്നത്. എല്ലാവരും കൂടെ ഒന്നിച്ച് കാര്യങ്ങളെല്ലാം പോകുന്നു. എന്തായാലും 2026 സായി വിഘ്നേഷിനെ സംബന്ധിച്ച് നല്ലൊരു വർഷമാവട്ടെ. അപ്പോൾ സായി വിഘ്നേഷിന്റെ വിശേഷങ്ങൾ എല്ലാവരും നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഒരു മോട്ടിവേഷൻ ആവട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് സായി വിഘ്നേഷ്. താങ്ക്സ് സർ.